ധർമ്മടം മണ്ഡലം LDF സ്ഥാനാർത്ഥി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ അദ്ദേഹം എത്തി പത്രിക കൊടുക്കും. ഇന്നലെ പത്തനാപുരം ഗാന്ധിഭവൻ അന്തേവാസികളാണ് മുഖ്യമന്ത്രിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറിയത്. ദീപക് ധർമ്മടം കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ക്യാപ്റ്റൻ കളത്തിലിറങ്ങിയ സമയത്തുള്ള ആവേശം നമ്മൾ കണ്ടതാണ്. ഇന്ന് ക്യാപ്റ്റൻ പത്രിക നൽകുകയാണ്. ഇടത് ക്യാമ്പയിൻ നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിക്കുന്ന ഏക നേതാവ് പിണറായിയാണ് എന്നുള്ളതൊക്കെ നേരത്തെ പാർട്ടി വ്യക്തമാക്കി. അതിനുശേഷമാണ് മെനഞ്ഞാന്ന് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലേക്ക് എത്തിയപ്പോൾ അതൊരു ആവേശത്തിരയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക, അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷമുള്ള സ്ഥാനാർത്ഥിയാകാനുള്ള ആദ്യപടി എന്നുള്ള നിലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അദ്ദേഹം പിണറായിയിലെ വീട്ടിൽ നിന്നും തലശ്ശേരിയിലേക്ക് വരും. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസാണ് പത്രിക സമർപ്പിക്കേണ്ടത്. അദ്ദേഹമാണ് മണ്ഡലം ഭരണാധികാരി, ധർമ്മടം മണ്ഡലത്തിൻ്റെ. അങ്ങനെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം 3-ാം അംഗത്തിന് ഇറങ്ങാൻ പോകുന്നു. ആ 3-ാം അംഗത്തിന് ഇറങ്ങാനുള്ള പത്രികയാണ് സമർപ്പിക്കുന്നത്. നേതാക്കൾ എല്ലാവരും, ജില്ലയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടാകും. ഇന്നലെ കൺവെൻഷനിൽ ഇടതുമുന്നണിയുടെ നേതാക്കൾ എല്ലാവരും, ബിനോയ് വിശ്വം, MV ശ്രേംസ് കുമാർ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കൾ, അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും അവിടെയുള്ള പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളെല്ലാം പത്രികാ സമർപ്പണത്തിന് ഉണ്ടാകും. P. ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കഴിഞ്ഞ ദിവസം രാജിവെച്ച P. ശശിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പത്രികാ സമർപ്പണ നടപടികൾ നടക്കുന്നത്. പ്രവർത്തകരോട് കൂടുതലായി വരേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി നിർദ്ദേശം നൽകിയത്. കാരണം സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിൽ ഓഫീസിൽ വലിയ കേന്ദ്രീകരണം പാടില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ തോതിൽ ചിലപ്പോൾ പ്രവർത്തകർ തലശ്ശേരിയിലേക്ക്, പിണറായിയിലേക്ക് എത്തിയേക്കുമെന്ന് തന്നെയാണ് SKN. ഏതായാലും 11 മണിയോടുകൂടി പിണറായി വിജയൻ വീണ്ടും ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സ്ഥാനാർത്ഥിയാവുകയാണ് 3-ാം ഊഴത്തിന് വേണ്ടിയുള്ള ഇടതുമുന്നണിയുടെ പോരാട്ടത്തിൽ. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.